കുമ്പളയിലെ ട്രാഫിക് പരിഷ്കരണം കൂടിയാലോചന നടത്തി കൈക്കൊണ്ട തീരുമാനമാണെന്ന് മറിച്ചുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനം നടത്തിയാണ് ജനപ്രതിനിധികൾ ഇക്കാര്യം പറഞ്ഞത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കുമ്പള ടൗണിന്റെ സമഗ്ര വികസനം മുൻനിർത്തി എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷമാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയതെന്നും മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും കുമ്പള പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കുമ്പള പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി പല തീരുമാനങ്ങളും അതിൻ്റെ മുന്നോടിയായി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളായി. ബസ്സിൻ്റെ പരിഷ്കാരം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ഒക്ടോബറിലാണ് 2025 ചേർന്ന ഭരണ തീരുമാനം അനുസരിച്ച് ഒക്ടോബറിലാണ് നടപ്പിലാക്കിയത്. പിന്നീട് അത് ലക്ഷ്യം വന്നു. ആ സമയത്ത് തന്നെ ബസ്സുകളുടെ ബിൽഡിങ്ങിനടുത്ത് ഇറക്കിയിട്ട് ട്രാഫിക് കറങ്ങി വരാൻ വേണ്ടിയായിരുന്നു തീരുമാനമുണ്ടായത്. പക്ഷെ അന്ന് ബസ് അവിടെ തന്നെ U-ടേൺ എടുത്ത് തിരിഞ്ഞു പോയി. ആരും അതിനെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നീട് ഈ ഭരണസമിതി വന്ന ശേഷം ബസ്സിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം എടുത്ത് ഭരണസമിതി ചർച്ചയും തീരുമാനം എടുത്ത് 6-ാം നമ്പറിൽ നിൽക്കുന്ന ബസ്സുകൾ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡിലെ കോംപ്ലക്സിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതുവരെ കോംപ്ലക്സിൽ പ്രവേശിച്ച് അവിടെ ഇറക്കിയിട്ട് രണ്ടാമത് അവിടെ നിന്ന് കയറ്റി പോകാനുള്ള തീരുമാനമായിട്ട് എടുത്തിരുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ, മോട്ടോർ തൊഴിലാളി പ്രതിനിധികൾ എന്നിവരടക്കം സംബന്ധിച്ച് യോഗ തീരുമാനപ്രകാരമാണ് നിലവിലെ പരിഷ്കരണങ്ങളെല്ലാം നടപ്പിലാക്കിയത്. ഈ യോഗത്തിൽ തന്നെയാണ് 6-ാം നമ്പർ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥാനം നിശ്ചയിച്ചത്. മാത്രമല്ല, ട്രാഫിക് പരിഷ്കരണ പരാതികൾ ബോധിപ്പിക്കാനായി 15 ദിവസത്തെ സാവകാശവും നൽകിയിരുന്നു. അന്നത്തെ സെക്രട്ടറിയും ഭരണസമിതിയും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വന്നതോടെയാണ് പുതിയ ഭരണസമിതി ഈ പരിഷ്കരണം നടപ്പിലാക്കിയത്. ബസ് ഓണേഴ്സ് അസോസിയേഷനും ബസ് തൊഴിലാളികളും എതിർപ്പുമായി വന്നെങ്കിലും ട്രാഫിക് കമ്മിറ്റിയുടെയും ഭരണസമിതിയുടെയും തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ പോലീസ് മേധാവിയെ കണ്ടതും. എന്നാൽ രാവിലെ പോലീസ് മേധാവിയെ കാണാൻ കൂടെയുണ്ടായിരുന്നവർ ഒരാലോചനയും നടത്താതെ വൈകിട്ട് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്താൻ തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നും ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസാരഥികൾ പറയുന്നു. ഭരണസമിതി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേഷനിൽ കൊടുത്ത ആ ലെറ്ററും കൂടി അവരാവശ്യപ്പെട്ട പ്രകാരം അവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തതിന് ശേഷമാണ് എന്നിട്ട് അവസാനം ഇവർ പ്രഖ്യാപിക്കുന്നത്. അതായത് ഈ സമര പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ MLA SP-നെ കാണാൻ ടൈം എടുത്തു. പുതിയ SP ആണ് അയാൾ. 2 ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് ചാർജ് എടുത്തിട്ടുള്ളത്. അയാളെടുത്ത് പോകുന്ന സമയത്ത് ഇവരെയും കൂട്ടി വ്യാപാരികളും വന്നു ഞങ്ങളെ കൂടെ. അവിടെ ഇരുന്നിട്ട്, അതായത് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അതായത് പ്രസിഡന്റ് ഉണ്ട്, ചെയർമാന് 2 ചെയർമാന്മാരുണ്ട്. AK മഷ്റഫ് MLA, ജില്ലാ കലക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയതും പഞ്ചായത്ത് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി വരുന്നതും വ്യാപാരി നേതാക്കൾക്ക് കൃത്യമായി അറിയാം. എന്നിട്ടും വസ്തുതാ വിരുദ്ധമായാണ് ഇവർ പഞ്ചായത്തിനെതിരെ അനാവശ്യ പ്രചാരണങ്ങൾ നടത്തുന്നത്. സമരത്തിനു പിന്നിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും ജനപ്രതിനിധികൾ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം മിനുക്കുപണികൾ മാത്രം ബാക്കിയായ ടേക്ക് ബ്രേക്ക് മത്സ്യമാർക്കറ്റ് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞില്ല. അടിയന്തര പ്രാധാന്യത്തോടെ ഇത് തുറന്നുകൊടുക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കുമ്പളയുടെ സമഗ്ര വികസനമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്നും അനാവശ്യ വിവാദമുണ്ടാക്കി ചെയ്യുന്ന കാര്യങ്ങളെ വിസ്മരിക്കരുതെന്നും പറഞ്ഞ ഭരണസമിതി അംഗങ്ങൾ നടപ്പാത കയ്യേറിയുള്ള കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും തട്ടുകടകൾക്കുമെതിരെയും നടപടികൾ സ്വീകരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് VP അബ്ദുൽ ഖാദർ, വൈസ് പ്രസിഡന്റ് M ബൽക്കീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അസീസ് കളത്തൂർ, സ്ഥിരം സമിതി അധ്യക്ഷരായ MP ഖാലിദ്, ഇനാസ്, ഫഫാസ് കോഹിനൂർ, മഞ്ജുനാഥ് ആൾവ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.